ഹലോ ഗൈസ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് മൈസൂരാണ്. മൈസൂരുള്ള എൻ്റെ ഒരു ദിവസമാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഒരു ശനിയോ ഞായറോ ആയിട്ടാണ്. അപ്പോൾ ശനിയും ഞായറാകുമ്പോൾ ഷെയിംകാക്ക് വർക്കില്ലാത്ത ദിവസമാണ് കേട്ടോ. ബാക്കിയെല്ലാ ദിവസങ്ങളും വർക്കാണല്ലോ. ശനി ഞായറും ലീവാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ കടല ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പുട്ടിന് പൊടി എടുത്തു, നനച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാം, കടലക്കറി വെക്കാം. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ നമ്മളെ ചീരകൾ, മല്ലിച്ചപ്പ് അതൊക്കെ ആയിട്ട് ഒരാൾ വരും കേട്ടോ. നല്ല ഫ്രഷ് മല്ലിച്ചപ്പായിരിക്കും. നമുക്ക് 10 രൂപക്ക് 3 കെട്ട് മല്ലിച്ചപ്പ് കിട്ടും കേട്ടോ. നമ്മളവിടെയൊക്കെ അത്ര കിട്ടുക ഗൈസ്. 10 രൂപക്ക് വളരെ തുച്ഛമല്ലേ നമ്മളവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ 10 രൂപയ്ക്ക് 3 കെട്ട് കിട്ടും. നല്ല ഫ്രഷ് മല്ലിച്ചപ്പായിരിക്കും കേട്ടോ. അപ്പോൾ കടലക്കറി ഞാനിവിടെ താളിച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പും കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ തേങ്ങ ചിരവാനുള്ള സംഭവമൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഇനി അതൊക്കെ വാങ്ങിയിട്ട് വേണം. കുറച്ച് സാധനങ്ങൾ ഇനിയും വാങ്ങാനുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായി കൊത്തിയിട്ടിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്കതിനെ ചിരവിയെ പോലെ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തിരിക്കണേ. അപ്പോൾ ചിരവൊക്കെ നമുക്ക് വാങ്ങണം. കുറേ കാര്യങ്ങൾ നമ്മളിനി വാങ്ങി സെറ്റാക്കിയിട്ടൊക്കെ വേണം. കുറച്ചൊക്കെ നമ്മൾ സെറ്റാക്കി, ഇനിയും വാങ്ങാനുണ്ട്. എത്ര വാങ്ങിയാലും ഒരു വീട്ടിലേക്ക് നമുക്ക് മതിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ പുട്ട് വെച്ചു. ആ പുട്ട് ഞാൻ കുക്കറിൽ അങ്ങനെ ആ കുറ്റിയില്ലേ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഗൈസ്. മറ്റേ പുട്ടും കുറ്റിയല്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു ബെന്ന് കഴിക്കാമെന്ന് വെച്ചു. ചായ കുടിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മലയാളി ബേക്കറി ഉണ്ട്, അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി ബെന്നാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാവും. പാൽ ചായക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ബെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടിച്ച് തിന്നു കേട്ടോ. ചായയോ വെള്ളമോ ഒന്നും അതിൻ്റെ ഒപ്പം കുടിച്ചില്ല. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ പുട്ട് ഇവിടെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. നല്ല ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ പുട്ട് ആവി വരുന്നത്. പിന്നെ പുട്ടൊക്കെ നമ്മൾ കുത്തി, കടലക്കറിയും സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചായ കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു. പുട്ടും കടലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഫസ്റ്റായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഗ്യാസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ശരിയാവാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് കുറച്ച് ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ പുട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കറണ്ട് അടുപ്പ് വെച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്, ഗ്യാസ് കിട്ടുന്നത് വരെ. ഗ്യാസ് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാമല്ലോ ഗൈസ്. കറണ്ട് അടുപ്പിലാണെങ്കിൽ ചില പാത്രങ്ങളിൽ ഇരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റായിട്ടോ. അപ്പം ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു, അടിച്ചു വാരി. എന്നിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ചോറിലേക്ക് നമുക്ക് കേബേജ് ഉപ്പേരി ഉണ്ട്. പിന്നെ ഉണക്കപ്പയർ കുറച്ച് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ടും വെച്ചതിന് ശേഷം ഒന്ന് പുറത്ത് പോവേണ്ടി വന്നിട്ടാ. കാരണം ഇച്ചുവിനൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അവൾക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് സാധാ ഒരു നോർമലായിട്ടുള്ള ചെരുപ്പില്ല, ഷൂവും കാര്യങ്ങളൊക്കെ അല്ലേ. ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്ന് വാങ്ങാൻ വെച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാനും ക്ഷമിക്കും ഇച്ചും കുട്ടി അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഷോപ്പിൽ കയറി, അവിടുന്ന് ഇഷ്ടമായില്ല. പിന്നെ രണ്ടാമത് കയറിയ ഒരു ഷോപ്പാണ് ഇട്ടത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളൊരു ചെരുപ്പ് അവൾക്ക് എടുത്തത്. ഇങ്ങനെ ക്രോക്സ് മോഡൽ പോലത്തെ ഒരു ചെരുപ്പ് എടുത്തു. പിന്നെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ നിന്നാണ്, നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവൾക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനി ഞായറൊക്കെയാണ് പൊതുവെ ചിക്കൻ മീനൊക്കെ കറി വെക്കുക. പിന്നെയുള്ള ദിവസം ഓഫീസിൽ, അപ്പോൾ രാവിലെ പോകുമ്പോൾ നമുക്കൊന്നും വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കറി വെക്കാം, ബാക്കി പൊരിക്കാം. ചിക്കനെ പൊരിച്ചതിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിച്ചപ്പൊക്കെ നല്ല അധികമായിട്ടിട്ടിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി നമ്മൾ വെക്കുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ സെറ്റായതിന് ശേഷം ഒരു ചിക്കൻ കാലും കൂട്ടിയിട്ട് ഞാൻ ഇച്ചുവിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ചു. കാബേജ് ഉപ്പേരി, ഉണക്കപ്പയർ ഉപ്പേരി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, പിന്നെ ഉമ്മ പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കാണും, നല്ലൊരു ഉറക്കത്തിന് ശേഷമാണ് ഗൈസ്. അങ്ങനെ നന്നായിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. പൊതുവെ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ 4 മണി 4:30 കാണുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞത്, മലയാളി ബേക്കറി.
അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ചിപ്സ് പിന്നെ മിച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. ഇവിടെ നല്ല പപ്സ് കിട്ടും കേട്ടോ, ചിക്കൻ പപ്സും എഗ് പപ്സും അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ എഗ് പപ്സിൻ്റെ, നമ്മുടെ നാട്ടിലൊക്കെ എഗ് പപ്സിൻ്റെ ഉള്ളിൽ പകുതി എഗ്ഗെല്ലാം ഉണ്ടാവും, ഇവിടെ ഫുൾ എഗ്ഗ് ഉണ്ട് കേട്ടോ. റേറ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും ഫുൾ എഗ്ഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ജ്യൂസും ചായയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഈ ബെന്ന് ബ്രെഡൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചിപ്സും കാര്യങ്ങളും പിന്നെ ഒരു പാക്കറ്റ് പാലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വന്നിട്ട് നമ്മളൊരു ചായയൊക്കെ വെച്ചു. ചായയും ചിപ്സും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ചു കേട്ടോ ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇച്ചുവിന് വാങ്ങിയ ചെരുപ്പ് കേട്ടോ. അപ്പോൾ ഇച്ചുവിൻ്റെ കയ്യിലുള്ള പാവ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, ആളൊരു വികലാംഗിയാണ്. അവൾ തന്നെയാണ് അതിനെ വികലാംഗിയാക്കിയത് ഗൈസ്. നല്ലൊരു പാവയായിരുന്നു കേട്ടോ. അളിയനൊരിക്കൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഉറപ്പ് കൊണ്ടാണ് ഗൈസ് അത് പൊട്ടാത്തത്. എത്ര തവണ ഇച്ചു അത് എറിയുന്നുണ്ട്, പക്ഷെ അത് തീരെ പൊട്ടുന്നില്ല. എൻ്റെ കൈയൊക്കെ അവൾ തന്നെ പറിച്ചെടുത്താണ്. പക്ഷേ എങ്കിലും അവൾ വിട്ട് കളഞ്ഞില്ല കേട്ടോ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പാവനെങ്കിലും അവൾ കയ്യിൽ വെച്ചിട്ടാണ് വന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ വേറെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഷോപ്പിലും കൂടി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ, നമ്മൾ അരി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം അരി വാങ്ങി കേട്ടോ. അങ്ങനെ ചാക്കായിട്ട് വാങ്ങിയില്ല, അങ്ങനെ വാങ്ങി. അപ്പോൾ പിന്നെ എപ്പോഴും വാങ്ങണ്ടല്ലോ. പിന്നെ കുറച്ച് മിഠായി എടുത്തിട്ടുണ്ടായിരുന്നു. മിഠായി എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി മിഠായി ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഒരു ഫാനാണ് കപ്പലണ്ടി മിഠായിയുടെ. അപ്പോൾ പൊതുവെ നമ്മൾ ഇങ്ങനെ കടലിങ്ങനെ കാണുന്ന തരത്തിലുള്ള കപ്പലണ്ടി മിഠായി അല്ല കേട്ടോ, മറ്റേ ഇങ്ങനെ അരച്ച ടൈപ്പില്ലേ അത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 25 പൈസയ്ക്ക് ഒരു കുഞ്ഞ് കട്ട കിട്ടും, 1 രൂപയ്ക്ക് 4 കട്ട കിട്ടും. അങ്ങനത്തെ ഒരു മിഠായി ഉണ്ട് കേട്ടോ. അതാണ് വാങ്ങിയത്. അതിൻ്റെ വലിയ അച്ച് നമുക്ക് ബൈ 1 ഗെറ്റ് 1 ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം വാങ്ങിയുള്ളൂ, അതിൽ തന്നെ 2 അച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 6 മണി 6:30 ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമയത്താണ് ഇവിടെ കൂടുതലും ഇങ്ങനെ ഓരോ കച്ചവടക്കാരൊക്കെ വരിക കേട്ടോ. അപ്പം ഞങ്ങൾ അരി വാങ്ങാൻ പോകുന്ന സമയത്തും ഇച്ചു ആ വികലാംഗിയെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചുകൂടി കട്ടിയുണ്ട്. നമ്മൾ പണ്ടൊക്കെ കഴിക്കുന്ന വളരെ കനം കുറഞ്ഞിട്ടുള്ള 25 പൈസയ്ക്ക് ഒരു കുഞ്ഞ് കട്ടായിരുന്നു. ഇപ്പം എന്നിട്ട് നമുക്ക് 1 രൂപയ്ക്ക് നമ്മൾ 4 കട്ടൊക്കെ വാങ്ങും. ഭയങ്കര ടേസ്റ്റാണ്. ഈ നട്ട്സൊക്കെ അരച്ച പോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിന് നമ്മൾ കുറച്ച് രാഗിയുടെ ദോശ ഉണ്ടാക്കി. പിന്നെ ഇച്ചുവിനൊരു എഗ്ഗ് പൊരിച്ചിട്ട് അവൾക്ക് ചോറ് കൊടുത്തു. അവളെ ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഫുഡ് കഴിച്ചു. രാഗി ദോശയും ചിക്കൻ കറി ഉച്ചക്കത്തെ ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് കഴിച്ചു. അങ്ങനെ ഇച്ചു ഞാനും കൂടി കുറച്ച് നേരം, ഉമ്മയുണ്ടായിരുന്നു, ഉമ്മയെ കൂടിയിട്ട് കുറച്ച് നേരം മുമ്പാരത്തൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ റോട്ടിലൂടെ ഇങ്ങനെ എല്ലാവരും നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഉമ്മയും കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നടക്കുന്നു കേട്ടോ. റോട്ടിൽ നമുക്കിങ്ങനെ സുഖമായിട്ട് നടക്കും. അപ്പുറം ഇപ്പുറമൊക്കെ ഫുൾ വീടുകളാണ്. അപ്പോൾ ഉമ്മയും അവിടെ നടക്കുന്നുണ്ട്, ഞാനിവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഷൈംഖാനെയും കുത്തിപ്പോക്കിക്കൊണ്ട് നമ്മളങ്ങനെ ആ ബേക്കറിലോട്ട് പോയിട്ടാണ്. എന്താണ് ബെസ്റ്റ് കേക്ക് പാലസ് അങ്ങനെ എന്താണ് ഷോപ്പിൻ്റെ പേര്, കൊല്ലംകാരോ അങ്ങനെ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ബേക്കറി കിട്ടും കേട്ടോ. ഭയങ്കര നല്ല കേക്കും പേസ്ട്രീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊന്നും കഴിച്ചില്ല, ഒരു ഐസ്ക്രീം കഴിക്കാൻ ചുമ്മാ കുറേ പറഞ്ഞു ഉമ്മാക്ക് വേണ്ട, അമ്മയുടെ വയറ് ഫുള്ളാണെന്ന്. പക്ഷെ എങ്കിലും ഒരു രസമല്ലേ, വെറുതെ എന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി അത് നടന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേർക്കും ചോക്കോബാർ എടുത്തു. ഇച്ചുവിന് ഒരു ചെറിയൊരു കോൺ എടുത്തു. അവളങ്ങനെ കാര്യമായിട്ട് കഴിക്കില്ല, പക്ഷെ ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു കോൺ എടുത്തു. ഞാനും ഉമ്മയും ഷെയ്മക്കൊക്കെ ചോക്കോബാർ എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ പൊട്ടിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. ഇപ്പോൾ റോട്ടിലൊക്കെ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ശങ്കരാന്തി കർക്കിടകം 1 അങ്ങനെ എന്തോ സംഭവമല്ലേ, അതിൻ്റെ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ട് നടക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ റോട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ നടന്ന് കണ്ട് ഐസ്ക്രീമൊക്കെ ചോക്കോബാറൊക്കെ തിന്ന് അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അവസാനിക്കുകയാണ് ഗൈസ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.